ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏകൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസിൽ സാർ. നാളെ അതായത് തിങ്കളാഴ്ച സോഷ്യൽ സയൻസിൻ്റെ എക്സാമിനേഷനാണ്. SLCയുടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരുപാട് ഏരിയാസ് നമ്മൾ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോണ്ടന്റ് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ SA ചോദ്യം ഏതായിരിക്കും, SA ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളൊരു വലിയൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന SA ചോദ്യം നിങ്ങൾക്കറിയാം, എനിക്ക് SS2 ആണ് കൂടുതൽ വശം. SS1 നമ്മൾ അച്ഛൻ സാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ സാധ്യത ഏതാണെന്ന് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷൻ. ഇതിലേതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് സാധ്യത. ഓക്കെ, ഒരു അനാലിസിസ് വെച്ച് നോക്കുന്ന സമയത്ത് ചൈനീസ് കഴിഞ്ഞ വർഷം ചോദിച്ചു, അതുകൊണ്ട് ഇത്തവണ നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ഇത്തവണ മോഡൽ എക്സാമിനും ചൈനീസ് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒന്നെങ്കിൽ റഷ്യൻ റവല്യൂഷൻ, ഇതുവരെ ചോദിക്കാത്തൊരു സാധനം, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ. അമേരിക്ക ചോദിക്കില്ല എന്നതിനർത്ഥം ചോദിക്കാനുള്ള ചാൻസ് അതിനാണ് കൂടുതൽ. എനിവേ, നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. SS2 ഇതിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം വരിക? SA ചോദ്യം. നമുക്കറിയാം, ഇവിടെ SA ചോദ്യമായിട്ട് 5 മാർക്കിന് ചോദ്യമേ ഉള്ളൂ. 5 മാർക്കാണ് SA ചോദ്യം എന്ന് പറയുന്നത്. ഇത് വരുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒന്നെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സീസൺസ് ആൻഡ് ടൈം, ഓക്കെ, അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ സമയം എന്ന് പറഞ്ഞ ചാപ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ അതല്ല എടുക്കുന്നത്, നിങ്ങൾ വിൻഡിന്റെ ചാപ്റ്റർ ആണ് എടുക്കുന്നതെങ്കിൽ വിൻഡ് എന്നുള്ള ചാപ്റ്റർ. ഇതിൽ നിന്നാണ് SA ചോദ്യം വരിക. 5 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരിക. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരും, അല്ലെങ്കിൽ ചിലപ്പം 2 ചോദ്യങ്ങൾ ക്ലബ് ചെയ്തിട്ടാണ് വരിക. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, 3 ഡേറ്റുകൾ തരും. 3 ഡേറ്റ് അല്ലെങ്കിൽ 3 ലൈൻസ് പറയും. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ആ ഡേറ്റുകൾ എന്നുള്ളത്. ഒന്ന് ഡിസംബർ 22, ഓക്കെ, അതുപോലെ മാർച്ച് 21, അല്ലെങ്കിൽ ജൂൺ 21. ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്? സൂര്യന്റെ സ്ഥാനം, സണ്ണിന്റെ പൊസിഷൻ, അപ്പാരന്റ് പൊസിഷൻ എവിടെയായിരിക്കും? നിങ്ങളോട് ചോദിക്കുന്നത് ഇക്വിനോക്സസും സോളിസ്റ്റേഴ്സുമാണ്, വിന്റർ സോളിസ്റ്റേഴ്സ്, അതുപോലെ അയനാന്ത ദിനങ്ങളും വിഷുവങ്ങളും സമരാത്രി ദിനങ്ങളും. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അതാണ് SAക്ക് പ്രൈമറി ചാൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഏറ്റവും ആദ്യത്തെ ചാൻസ് അതാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതും അത് തന്നെയാണ്. ആ 3 ലൈൻസും, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, നമ്മുടെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇവയുടെ മുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങളെ കുറിച്ചിട്ട്. ഇനി രണ്ടാമതൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഉത്തരായനം ദക്ഷിണായനമാണ്. അത് 3 മാർക്കിന്റെ ചോദ്യത്തിനാണ് ചാൻസ് ഉള്ളത്, ഉത്തരായനം ദക്ഷിണായനം. ഓക്കെ, ഇനി സാർ നമ്മുടെ ഓട്ടം സീസണും സ്പ്രിംഗ് സീസണും ചോദിക്കുമോ? 3 മാർക്കിന് ചാൻസ് ഉണ്ട്. 5 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അപ്പൊ ചാൻസ് ഇച്ചിരി കുറവാണ്. എന്തായാലും നമ്മളത് പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി അവിടെ ചാൻസ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു ലൈനിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് IST എന്ന് ചോദിക്കാം. വാട്ട് ഈസ് IST? ഇന്ത്യയുടെ മാനക സമയം എന്നാൽ എന്താണ്? മാനക സമയം IST എന്താണെന്ന് ചോദിക്കാം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക ഏതെങ്കിലും ഒരു ടൈം കാൽക്കുലേഷൻ ആണ്. ടൈം കാൽക്കുലേഷൻ ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായിട്ട് നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. IST എന്താണെന്നും ടൈം കാൽക്കുലേഷൻ എന്താണെന്നും ഇതാണ് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിട്ട് ഒരു ടൈം കാൽക്കുലേഷൻ ചോദിക്കും. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ISTയും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും എന്താണെന്ന് ചോദിച്ച് 5 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ 3 ലൈൻസിനെ കുറിച്ച് അറിയണം. ഒന്ന് 0 ഡിഗ്രി ഗ്രീൻവിച്ച് ലൈൻ, രണ്ടാമത്തത് 82.5 ഡിഗ്രി ഈസ്റ്റ്, ഇത് 30 മിനിറ്റ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യയുടെ മാനക രേഖാംശം. അടുത്തത് IDL 180 ഡിഗ്രി, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇതിനെ പറ്റിയിട്ടും നമുക്ക് SA ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ നിന്നും SA ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എൻ്റെ മക്കൾ നല്ലപോലെ ശ്രദ്ധിക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രൈമറി ചാൻസ് ആയിട്ട് ഞാൻ പറയുന്നത് സീസൺസ് ആൻഡ് ടൈമിലെ ഈ ഒരു ഭാഗം, സെക്കൻഡറി ആയിട്ട് ഇതും പറയുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളിൽ നിന്നാണ് SA വരിക. ഓക്കെ, SA ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ടൈം കാൽക്കുലേഷൻ ചോദിക്കും, സിമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. ചോദിക്കുകയാണെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് ചോദിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അത് ഏതാന്ന് ഇന്നലെ രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്ട്രീം ടഫ്നെസ് ഉള്ളത് വരെ ഇന്നലെ രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ നാളെ രാവിലെ ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടൈം കാൽക്കുലേഷൻ കൂടെ 1-2 നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാര്യം മക്കൾ എന്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്നും കൂടെ ശ്രദ്ധിക്കണം. വിൻഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് SA ചോദ്യം വരുന്നുണ്ടെങ്കിൽ, ഇത്തവണ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ നിന്നായിരിക്കും. കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായാലും ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആൻഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം, പ്ലാനറ്ററി വിൻഡ്, അതായത് ആഗോളവാദങ്ങൾ എന്ന് നമ്മൾ പറയും. ആഗോളവാദങ്ങൾ ഇതിൽ നിന്നാണ് SA ചോദ്യം ചോദിക്കത്തുള്ളൂ. ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഇവിടെ നിന്നാണ്.
ഓക്കെ. പിന്നെ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് ഒക്കെ അവിടെ 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരിക. 8 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. 5+3 എന്നുള്ള ഓർഡറിൽ വരാം. ഇതാണ് പ്രൈമറി ചാൻസ്. ആദ്യത്തെ ചാൻസ് ഇതാണ്. ഇത് രണ്ടും കൂടെ ഒരു കൊളാബറേഷൻ. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ചിട്ടും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെക്കുറിച്ചിട്ടും ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ പറയും, ഷോർട്ട് നോട്ട് എഴുതാൻ പറയും. എന്നിട്ട് പറയുന്ന കാര്യം ഇതിൻ്റെ ഇടയിൽ വീശുന്ന വിൻഡ് ഏതാണ്? അത് ട്രേഡ് വിൻഡ് ആണ്. സൗത്ത് ഈസ്റ്റ് ട്രേഡ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ്. വാണിജ്യവാദമാണ്. ഏത് കാറ്റാണ് ഇവക്കിടയിൽ വീശുന്നത്? അതിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ചോദിക്കുക. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് 5 മാർക്കിന് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എൻ്റെ മക്കൾ നോക്കണം, ശ്രദ്ധിക്കണം. ഇനി ചാൻസ് ഉള്ളത് നമ്മുടെ പ്രഷറിനെ കുറിച്ചിട്ടാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മുടെ മർദ്ദം, അന്തരീക്ഷ മർദ്ദത്തെ കുറിച്ചിട്ടും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉയരം കൂടുന്നവർ പ്രഷർ കുറയുന്നത്. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ താപനില, അതുപോലെ ഹ്യൂമിഡിറ്റി, ആർദ്രത. ഇതിൽ നിന്നും 5 മാർക്കിന് ചോദ്യത്തിലുള്ള വളരെ ചെറിയ സാധ്യതയുണ്ട്. ഇതല്ലാതെ വേറെ എസ്എ ചോദ്യം എനിക്ക് ഒന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതൊരിക്കലും വിട്ടുപോകരുത്. ഇത് പഠിക്കാതെ ആരും പോകരുത്. എസ് എക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. വള്ളി പുള്ളി വിടാതെ പഠിക്കണം. ആരുണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആരാ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഏകൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്കറിയാം, ഫ്രൈഡേ നമ്മളൊരു 6 അവർ ക്ലാസ് എടുത്തിരുന്നു, 6 മണിക്കൂറിൻ്റെ ക്ലാസ്. ഇന്നലെ നമ്മൾ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തിരുന്നു. അതൊക്കെ വിടാം. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായിട്ട്, ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെയുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രം മതി. അതിൽ നിന്ന് തന്നെയാണ് എക്സാമിനേഷൻ ചോദിക്കാനും പോകുന്നത്. അപ്പോൾ സാർ മുന്നേ എടുത്ത ക്ലാസ്സുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് നിങ്ങൾക്കുള്ള റിവിഷനായിരുന്നു. അത് നേരാവണ്ണം കണ്ടവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ അത്രയും നമ്മൾ പറയില്ല, ബോധമുള്ളവർക്ക് മാത്രമേ ഈ ഒരു എഫക്റ്റീവായിട്ട് നമ്മുടെ ഞായറാഴ്ച രാത്രിയിലെ ബമ്പർ മാരത്തോൺ എഫക്റ്റീവ് ആകത്തുള്ളൂ. കറക്റ്റായിട്ട് റിവിഷനായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. എല്ലാം കട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സിലെല്ലാം കണ്ട ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒരു ഹാർട്ട് ഇമോജി ഇട്ടിട്ട് പവറാക്കണം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. 7:30 രാത്രി 7:30 എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരണം. നമുക്ക് ബാക്കി കഥകളൊക്കെ അവിടെ പറയാം. താങ്ക് യു, ബൈ, സി യു. ഞാനും മത്സൽ സാറും വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ബൈ.